വന്യമൃഗശല്യങ്ങളുടെ തീർത്താൽ തീരാത്ത കഥകളും സങ്കടങ്ങളുമാണ്. നമ്മുടെ വനം വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞു, 3 മാസം മുമ്പ് പറഞ്ഞു, 920ഓളം ജനങ്ങൾ കഴിഞ്ഞ 4 കൊല്ലം കൊണ്ട് ഈ കേരളത്തിൽ വന്യമൃഗങ്ങളുടെ ഉപദ്രവമേറ്റ് മരിച്ചു എന്ന്. 1-2 ആളുകളല്ല, അതിപ്പോ 1000 കടന്നു കഴിഞ്ഞിരിക്കുന്നു. 1000കണക്കിന് മനുഷ്യന്റെ ജീവൻ പൊലിഞ്ഞിട്ടും ഈ കർഷകന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവൻ സംരക്ഷിക്കാൻ നമുക്ക് അവകാശമുണ്ട് എന്നത് നിങ്ങൾ വിസ്മരിക്കരുത്. അതാരെങ്കിലും ഔദാര്യമായി തന്നതല്ല. ഈ ഭാരതത്തിന്റെ പരമോന്നതമായ ഭരണഘടന ഓരോ പൗരനും നൽകുന്ന സ്വാതന്ത്ര്യമാണ്, അവകാശമാണ്. സ്വന്തം ജീവൻ രക്ഷിക്കാൻ, സ്വന്തം ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ, സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല, ആരുടെയും അനുവാദം വേണ്ട, ഒരു വനം മന്ത്രിയുടെയും കയ്യൊപ്പതിന് ആവശ്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൃഷിഭൂമിയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ കൃഷിഭൂമിയിൽ ഇറങ്ങാതെ വനാതിർത്തിക്കുള്ളിൽ നിയന്ത്രിച്ച് നിർത്തേണ്ട ഉത്തരവാദിത്വം വനം വകുപ്പിൻ്റെതാണ്, വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടേതാണ്. ഇനിമേൽ ഉദ്യോഗസ്ഥരെ, നിങ്ങൾ ആ ദൗത്യം ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കാനുള്ള നിയമം നിർമ്മിക്കുന്നത് വരെയും ഈ മലയോര ജനത വനം വകുപ്പുമായി സഹകരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക. നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തി എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ലക്ഷണമാണ് 1000കണക്കിന് മനുഷ്യര് ഇവിടെ വന്യമൃഗങ്ങളുടെ അക്രമങ്ങളിൽ ജീവൻ പൊലിയേണ്ടി വന്നത് എന്ന സത്യം ഓർക്കുക. കണ്ണൂർ ജില്ലയിൽ ആറളംഭാം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ ആറളംഭാം സർക്കാർ പതിച്ചു കൊടുത്തതാണ് പാവപ്പെട്ട ആദിവാസികൾക്ക് താമസിക്കുവാൻ വേണ്ടി. 3000ഓളം ആദിവാസി കുടുംബങ്ങളെ സർക്കാർ കൊണ്ടുവന്ന് അവിടെ കുടിയിരുത്തി. എന്നിട്ട് അങ്ങോട്ടേക്ക് കാട്ടാനകളെ നിർബാധം ഇറക്കി വിട്ടു. ഇതിനോടകം 14 ആദിവാസികള് അവിടെ ആനയുടെ ചവിട്ടേറ്റ് ജീവഹാനി സംഭവിച്ച ഗതികേടുണ്ടായിട്ടുണ്ട്. ഓർക്കുക, സർക്കാർ ക്ഷണിച്ചു വരുത്തി വന്യമൃഗങ്ങൾക്ക് കൊല്ലാൻ വേണ്ടി നമ്മുടെ ആദിവാസി സഹോദരങ്ങളെ എറിഞ്ഞുകൊടുത്ത എത്രയോ നിഷ്ഠൂരമായ പ്രവൃത്തിയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഞങ്ങൾക്ക് വനം വകുപ്പിനോട് ഒന്നേ പറയാനുള്ളൂ, വനത്തിൽ നിന്ന് 10, 20, 25, 30, 40, 50 കിലോമീറ്ററുകൾ അകലെയുള്ള ഞങ്ങളുടെ കൃഷിഭൂമിയിൽ ഇറങ്ങുന്ന പന്നികളെ ഇനിമേൽ ഞങ്ങൾ കാട്ടുപന്നികളായി പരിഗണിക്കാൻ തയ്യാറല്ല. ഞങ്ങളുടെ കൃഷിഭൂമിയിൽ കാണുന്ന ഈ മൃഗങ്ങളൊക്കെയും ഞങ്ങൾ വളർത്തുന്ന മൃഗങ്ങളാണ്. അവയെ യഥേഷ്ടം ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ അവകാശമുണ്ട്. അതൊരു അവകാശ പ്രഖ്യാപനമാണ്. ഈ അവകാശം ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. തമിഴ്നാട് സർക്കാർ തൻ്റെ ഇടത്തോടെ ഒരു തീരുമാനമെടുത്തു. വനാതിർത്തിയിൽ നിന്ന് 3 കിലോമീറ്ററെങ്കിലും മാറി കൃഷിഭൂമിയിൽ ഇറങ്ങുന്ന മൃഗങ്ങളെ കർഷകർക്ക് യഥേഷ്ടം കൊല്ലാൻ അവകാശമുണ്ട് എന്ന് തമിഴ്നാട് സർക്കാർ അപ്രകാരം തൻ്റെ ഇടത്തോടെ തീരുമാനമെടുത്തു. അങ്ങനെ തീരുമാനമെടുക്കണമെങ്കിൽ ചങ്കുറപ്പും തൻ്റെ ഇടവും ഭരണകൂടങ്ങൾ കൊണ്ടായാൽ മതി, ഇവിടുത്തെ കർഷകര് സുരക്ഷിതരാകും. പക്ഷേ അതിന് അവർ തയ്യാറാകുന്നില്ല എങ്കിൽ നമ്മുടെ ജീവൻ സംരക്ഷിക്കാൻ, നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ, പ്രിയപ്പെട്ടവരെ, ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശം നമ്മൾ വിനിയോഗിക്കാൻ തീരുമാനിക്കുകയാണ്. അതുകൊണ്ട്
ഒരു വനപാലകനും ഇനിമേൽ ഞങ്ങളുടെ വീടുകൾ കയറി ഞങ്ങളുടെ ചട്ടിയുടെ മൂടി പൊക്കി നോക്കി അതിനകത്ത് ഏതെങ്കിലും ഉടുമ്പിന്റെയോ ഓന്തിന്റെയോ ഇറച്ചിയുണ്ടോ എന്ന് പരിശോധിക്കാൻ വരണ്ട. ഇനിമേൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൃഷിഭൂമിയിലോ ഞങ്ങളുടെ വീടുകളിലോ പ്രവേശനമില്ല എന്ന് ഈ മുതലക്കുളം സമ്മേളനം സർക്കാരിന്റെ ഉദ്യോഗസ്ഥരോട് വിശിഷ്യ വനപാലകരോട് ഓർമ്മിപ്പിക്കുകയാണ്. അതിനുള്ള ഏറ്റവും നല്ല വഴി അഭിവന്യ റെമ്യൂജിയസ് പിതാവ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലും വന്യജീവി പ്രതിരോധ സേനകൾ രൂപീകരിക്കേണ്ടതുണ്ട്. വന്യജീവികളെ മാത്രമല്ല, വന്യജീവികളെക്കാളും കിരാതമായ മനസ്സുള്ള ചില വനപാലകരെയും നമ്മൾ പ്രതിരോധിക്കേണ്ടി വരും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വേണം ഈ പ്രതിരോധ സേന രൂപീകരിക്കാൻ. ഇവിടെ ചക്കിട്ടപാറ എന്ന പഞ്ചായത്തില് വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ ഉള്ള നിയമ നടപടി ഒരു പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കി എന്ന് ഞാൻ കേൾക്കുകയുണ്ടായി. അതവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടേലും ഇല്ലേലും അങ്ങനെ ഒരു ചങ്കൂറ്റം കാണിച്ച ആ പഞ്ചായത്ത് ഭരണസമിതിയെ അഭിവാദ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേവലം 427 പഞ്ചായത്തുകളാണ് ഈ വനാതിർത്തി പങ്കിടുന്ന പഞ്ചായത്തുകള്. ആ പഞ്ചായത്തുകളിലെ ഭരണസമിതികൾക്കെല്ലാം സമാനമായ ഒരു തന്റേടം കാണിക്കാൻ കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്. അത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സമ്മതിക്കുന്നില്ല, കസ്തൂരി രംഗൻ സമ്മതിക്കുന്നില്ല, മാധവ് ഗാഡ്ഗിൽ സമ്മതിക്കുന്നില്ല, അവര് സമ്മതിക്കുന്നില്ല, ഇവര് സമ്മതിക്കുന്നില്ല എന്നുള്ള നിലവിളി കേട്ട് ഈ മലയോര ജനതയ്ക്ക് മടുത്തു. ഇനി നിങ്ങളുടെ ആരുടെയും സമ്മതം ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് അല്ലയോ ഉത്തരവാദപ്പെട്ട വ്യക്തികളെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക.